സജോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, എന്തായാലും നേരത്തെയുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടിലേക്കാണോ സമരസമിതി നീങ്ങുന്നത് പ്രതീക്ഷ മങ്ങുന്ന സാഹചര്യത്തിൽ? സജോ ദേവസ്യ, ഗുഡ് ഈവനിങ്. ഡോക്ടർ അരുൺകുമാർ, വഖഫ് നിയമ ഭേദഗതിയിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടും വിമർശനവും അസംതൃപ്തിയും നിരാശയും ഒക്കെ സമരസമിതിക്ക് നേതൃത്വം നൽകുന്നവരിൽ ഒരു വിഭാഗവും സഭാ നേതൃത്വങ്ങളുമൊക്കെ പ്രകടമാക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ ബില്ല് തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ കൊച്ചി സന്ദർശനത്തിന്, അതായത് മുനമ്പം സന്ദർശനത്തിന് ശേഷം കാര്യങ്ങളിൽ ഒരല്പം മാറ്റം വന്നിരിക്കുന്നു എന്നത് നമുക്കറിയാം. അതിൽ തന്നെ നിയമ പോരാട്ടമാണ് പോംവഴി, അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിലൂടെ തന്നെയാണ് ഈ നിയമ പ്രക്രിയയിലൂടെ കടന്നുപോയി മാത്രമേ പ്രശ്നപരിഹാരത്തിന് സാധ്യതയുള്ളൂ. നേരിട്ടൊരു സൊല്യൂഷൻ എന്നത് ഇല്ല എന്ന് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നത്തെ പ്രതികരണത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിരാശ പ്രകടിപ്പിച്ചത് സിറോ മലബാർ സഭയാണ്. സിറോ മലബാർ സഭയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞത്, ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രം ഒരു പരിഹാരമില്ല, മുൻകാല പ്രാബല്യം എന്നതൊരു ആവശ്യമായിരുന്നു, അത് സംഭവിച്ചില്ല. അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന് പറയുമ്പോഴും ആശങ്കയുണ്ടെന്ന് പറയുന്നു. രാഷ്ട്രീയക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുകൂടിയുള്ള പ്രതികരണം സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്ന് വന്നു. ഈ സമരം നടക്കുന്ന മുനമ്പം ബീച്ച് വേളാങ്കണ്ണി മാതാ പള്ളിയുടെ വികാരി ഫാദർ ആന്റണി സേവ്യറും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നിരാശയുണ്ട്, എന്നാൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. 3 ആഴ്ചയ്ക്കകം മറുപടി ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ അപ്പോഴും പ്രതീക്ഷയ്ക്കൊത്തുള്ള നീതി വൈകുന്നു എന്ന പ്രതികരണമുണ്ടായി. അതോടൊപ്പം തന്നെ UDF പറയുന്നത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു, അതിന് സംസ്ഥാന സർക്കാർ വിവരങ്ങൾ നൽകുന്നത്. മുനമ്പം സമരസമിതിയുടെ പ്രതീക്ഷകൾ മങ്ങുകയാണ്. പക്ഷേ അപ്പോഴും 12 അംഗ സംഘത്തിന് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. ഇനി ചട്ടങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നൊരു പ്രതീക്ഷയിലാണ്, എന്തെങ്കിലും സാധ്യതകൾ തെളിയുമോ എന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തെ സമരസമിതി.